അവക്കൊന്നും ഓർമ്മയില്ലെന്നല്ലേ നീ പറഞ്ഞത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ അമ്മയ്ക്ക് അവളെ ഒന്ന് കാണണോട്. ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് എന്നെ കണ്ടാലും അവൾ തിരിച്ചറിയില്ലല്ലോ. മനുഷ്യന്റെ മനസ്സിൽ ഒരേ സമയം ഒരുപാട് ചിന്തകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കാര്യത്തിൽ തന്നെ കേസിന്റെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നം, വൈഫുമായിട്ടുള്ള പ്രോബ്ലം, ഇതെല്ലാം താങ്ങാവുന്നതിൽ കൂടുതൽ സ്ട്രെസ്സാണ് നിനക്ക് തരുന്നത്. അത് കുറയ്ക്കാൻ ഒരു നല്ല വഴിയാണ് ഈ ഡയറി റൈറ്റിംഗ്. ഞാൻ എന്ത് എഴുതണമെന്നാ നീ പറയുന്നേ? നിന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളെല്ലാം നീ ഒരു കടലാസിൽ എഴുതിക്കോ. നിന്റെ ഉള്ളിൽ സങ്കടമോ ദേഷ്യമോ പരാതികളോ എന്തു ആയിക്കോട്ടെ, അത് മനസ്സിൽ നിന്ന് ഒരു പേപ്പറിലേക്ക് ഇറക്കി വെച്ചാൽ തന്നെ പകുതി പ്രശ്നം കുറയും. ഇന്നു മുതൽ നീ അതൊന്ന് ചെയ്തു നോക്ക്. അതുകൊണ്ട് മാത്രം ഈ സ്ട്രെസ് അവസാനിക്കുന്നാണോ നീ പറയുന്നേ? നോ, നെവർ. സൈക്കോതെറാപ്പിയിൽ ഡയറി റൈറ്റിംഗ് ഒരിക്കലും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ അല്ല. പക്ഷേ മനസ്സിൽ ചുമക്കുന്ന ചിന്തകളെ കടലാസിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മൾ ആ പ്രോബ്ലംസിനെല്ലാം പുറത്തുനിന്ന് കാണാൻ തുടങ്ങും. അപ്പൊ നമുക്ക് വലുതായി തോന്നിയ പല പ്രശ്നങ്ങളും വളരെ ചെറുതായി തോന്നും. ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഹോംവർക്ക്. നീ തമാശകള. ഇനി ഈ പ്രായത്തിൽ ഞാൻ ഹോംവർക്ക് എഴുതാനോ? നീ അങ്ങനെ ചെയ്തു നോക്കൂ. നമുക്ക് നോക്കാലോ. എടാ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഗോകുൽ, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. ഓരോ 10 വർഷം കഴിയും തോറും പുരുഷന്മാരിൽ ഇതുപോലെ പല മാറ്റങ്ങളും ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്യണം. എടാ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. നീ എനിക്കിപ്പോ ഉറങ്ങാൻ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് താ. ടാബ്ലറ്റ് ഒക്കെ ഞാൻ തരാം. ആദ്യം നീ ഞാൻ പറയുന്ന ഒന്ന് ചെയ്യ്. ഒരാഴ്ച ഇങ്ങനെ ചെയ്താൽ നിന്റെ പകുതി പ്രോബ്ലംസ് മാറും. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് അടുത്ത സിറ്റിങ്ങിലിരിക്കാം. നീ പറയുന്ന പോലൊന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം. എടാ, നമ്മൾ വീടിനകമൊക്കെ അടിച്ചു വരാറില്ലേ? അതുപോലെ മനസ്സിനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ പഴയ പൊടിയും മാറാലയും ഒക്കെ കിടന്ന് ശ്വാസം മുട്ടും. ഈ ഡയറി റൈറ്റിംഗും ഒരു തരത്തിൽ മനസ്സിന്റെ ഒരു ക്ലീനിങ് പ്രോസസ്സാ. സൈക്കോതെറാപ്പിയേക്കാൾ നിനക്കൊരു നല്ല ഫിലോസഫറുടെ വേഷമാ ചേരുന്നത്. ആളുകളുടെ പ്രശ്നം കേട്ടും അവരെ അഡ്വൈസ് ചെയ്തും ഞാനിതിൽ ഏതാണെന്ന് ഇപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നാറുണ്ട്. അതൊക്കെ പോട്ടെ, ഗൗരിമോൾക്ക് സുഖമാണോ? അവളാ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പോസിറ്റീവ് എനർജി. അത് കളയരുത്. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പകുതി ടെൻഷൻ ഉരുകിപ്പോവും. അവളുടെ കൂടെ കൂടുതൽ സമയം നീ ചെലവഴിച്ചാൽ നന്നായിരിക്കും. എല്ലാ ദിവസവും ഡയറി എഴുതി കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഈ ടാബ്ലറ്റ് കഴിക്കണം. സ്ലീപ്പിംഗ് പിൽസ് ആണോ? അല്ല, പക്ഷേ സ്ട്രെസ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. എങ്കിൽ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാം. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, എല്ലാ ചോദ്യങ്ങൾക്കും ഒരേപോലെ ഉത്തരം കിട്ടണമെന്നില്ല. പക്ഷെ മനസ്സിന് ക്ഷമ കൊടുത്താൽ ഉത്തരം തന്നെ നമ്മളെ തേടി വരും. സത്യം പറഞ്ഞാ നിന്നോട് കുറച്ചേരം സംസാരിച്ചപ്പോ പകുതി സ്ട്രെസ് കുറഞ്ഞ പോലെ എനിക്കിപ്പോ തോന്നി. ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ നീ വാ. 1 മാസത്തെ സെഷൻ കൊണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. ശരി, അപ്പൊ കാണാം. കാണാം. നേരത്തെ എത്തിയോ? ആ, അല്ല അമ്മയോടെ പോയി? അമ്മ വയ്യാതെ അകത്ത് കിടക്കുക. വയ്യാതെ കിടക്കേ? അമ്മയ്ക്ക് എന്ത് പറ്റി? എന്താന്നറിയില്ല, ചെറിയൊരു തളർച്ചയും വയ്യായികയൊക്കെ ഉണ്ട്. ആ, ഇനി BP കൂടിയതാണോന്നും അറിയില്ല. എന്നിട്ടെന്താ ഈ കാര്യം എന്നെ വിളിച്ച് പറയാഞ്ഞത്? അമ്മയുടെ കാര്യത്തില് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിച്ചോളൂ നിങ്ങൾക്കൊക്കെ. ഇതിപ്പോ എന്നോട് തന്നെ ചൂടാവുന്നേ? ഞാനത് വിളിച്ചു. ആശുപത്രി പോവാന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാത്തത് അമ്മയില്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം വെറുതെ ഞങ്ങളെ വഴക്കേൽപ്പിക്കും.
അമ്മേ, എന്താ അമ്മ ഇത്? കരഞ്ഞു പനി പിടിപ്പിച്ചു അല്ലേ? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് എങ്ങോട്ട് പോണ്ട, എനിക്കിനി മരിച്ചാ മതിയട. അമ്മേ, എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലേ? എന്നെ പോലൊരു മഹാഭാവിയായ അമ്മ വേറെ എവിടെയെങ്കിലും ഉണ്ടോടാ? അമ്മേ, ജീവിച്ചിരുന്ന സ്വന്തം മകൾക്ക് ബലിയിടാൻ പോയ ഞാനൊരു അമ്മയാണോടാ? ഈശ്വര, അതിനേക്കാൾ വലിയ പാവം വേറെ എന്തുണ്ടടാ? അമ്മേ, എനിക്ക് ജീവിക്കാൻ പോലും അർഹതയില്ല. ഈശ്വര, അമ്മേ, അമ്മ ഇങ്ങനെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ, മറ്റുള്ളവരെ കൂടി അറിയിക്കല്ലേ. അമ്മയ്ക്ക് സഹിക്കാൻ കഴിയത്തില്ല മക്കളെ. അവളെ മറന്നിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് പോലെ നിന്നോട് ഞാൻ പറഞ്ഞു പോയല്ലോ മോനെ. അമ്മയോട് ക്ഷമിക്കും മോനെ. നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പോലും അമ്മയ്ക്ക് സാധിച്ചില്ലല്ലോടാ. അതൊന്നും സാരമില്ലമ്മേ, സത്യം എന്താണെന്ന് അറിയാതെ അമ്മ പറഞ്ഞു പോയതല്ലേ. അമ്മ അമ്മ ഇങ്ങനെ കരയല്ലേ. എനിക്ക് അമ്മയോട് ഒരു പിണക്കവുമില്ല. നമ്മൾ ഈ അനുഭവിച്ചതൊന്നും നമ്മൾ ആഗ്രഹിച്ചതല്ലോ. വിധി നമ്മളെ കൊണ്ട് അനുഭവിപ്പിച്ചതല്ലേ. ഇപ്പോ നഷ്ടപ്പെട്ടതെല്ലാം ഓരോന്നോരോന്നായി നമുക്ക് തിരിച്ചു തരുന്നതും വിധി തന്നെയാണ്. അർച്ചന കുഞ്ഞും അധികം താമസിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. മോനെ, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഞാനൊരു അമ്മയല്ലേടാ. 10 മാസം അവളെ എന്റെ വയറ്റിൽ കൊണ്ടു നടന്ന് നൊത്ത് പ്രസവിച്ചല്ലേടാ. അമ്മേ, മോനെ, അവക്കൊന്നും ഓർമ്മയില്ലെന്നല്ലേ നീ പറഞ്ഞത്? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ അമ്മയ്ക്ക് അവളെ ഒന്ന് കാണണോടാ. അമ്മേ, ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് എന്നെ കണ്ടാലും അവൾ തിരിച്ചറിയില്ലല്ലോ. അമ്മേ, അതിനുള്ള അവകാശം പോലെ ഈ അമ്മയ്ക്കില്ലേടാ. മക്കളുടെ മേലെ അമ്മയേക്കാൾ വലിയ അവകാശം ഈ ലോകത്ത് വേറെ ആർക്കുമില്ല. പക്ഷേ ദൂരെ ദൂരെ നിന്നൊന്ന് കണ്ടാ മാത്രം മതിയടാ എനിക്ക്. വേറൊന്നും എനിക്ക് വേണ്ട. അമ്മയുടെ ഈ ആഗ്രഹം ഒന്നും സാധിച്ചു തരണം പോലെ. അമ്മേ,